ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ മരണമടഞ്ഞവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി എത്തി. കുട്ടികളുടെ തുടർ പഠന സാധ്യത ഉറപ്പാക്കുമെന്ന് തുഷാർ പറഞ്ഞു. SNDP യോഗം വൈസ് പ്രസിഡന്റും NDA മുന്നണി കൺവീനറുമായ തുഷാർ വെള്ളാപ്പള്ളി ചേന്നമംഗലം കൂട്ടക്കൊലപാതകത്തിൽ മരണപ്പെട്ട വിനീഷയുടെയും ചികിത്സയിലിരിക്കുന്ന ജിതിന്റെയും മക്കളായ ആരാധ്യയെയും ആവിനിയെയും കരിമ്പാടത്തെ ബന്ധുവീട്ടിലെത്തി സമാശ്വസിപ്പിച്ചു. ഈ കൂട്ടക്കൊലപാതകത്തിൽ കുട്ടികളുടെ മുത്തച്ഛൻ വേണു, മുത്തശ്ശി ഉഷ എന്നിവർ കൂടി കൊല്ലപ്പെട്ടിരുന്നു. കുട്ടികളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വിശദമായി ബന്ധുക്കളോട് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. കുട്ടികളുടെ പഠനകാര്യങ്ങൾക്കും മുന്നോട്ടുള്ള ജീവിതത്തിനും ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനായി കരിമ്പാടം SNDP ശാഖയും പറവൂർ SNDP യൂണിയനും കുടുംബവും ഒത്തുചേർന്ന് ഒരു പദ്ധതി തയ്യാറാക്കി SNDP യോഗത്തിന് അടിയന്തരമായി സമർപ്പിക്കുവാൻ അദ്ദേഹം നിർദ്ദേശിച്ചു. അതോടൊപ്പം കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും അടുത്ത ദിവസം തീരുമാനമെടുക്കാനും ആവശ്യപ്പെട്ടു. പറവൂർ SNDP യോഗം ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മരക്കപ്പടി, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ PS ജയരാജ്, MP ബിനു, D ബാബു, കമ്മിറ്റി അംഗങ്ങളായ KB സുഭാഷ്, D പ്രസന്നകുമാർ, VN നാഗേഷ്, കണ്ണൻ കൂട്ടുകാട്, TM ദിലീപ്, VP ഷാജി, കരിമ്പാടം ശാഖാ പ്രസിഡന്റ് MR സുദർശനൻ, സെക്രട്ടറി EC ശശി, സുബിൻ, ബിജു, അരുൺ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികളായ അഡ്വക്കേറ്റ് പ്രവീൺ തങ്കപ്പൻ, ശാഖ വനിതാ സംഘ സെക്രട്ടറിമാർ, കുടുംബ യൂണിറ്റ് കൺവീനർമാർ തുടങ്ങിയവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. തീർച്ചയായും കുട്ടികളുടെ കാര്യം ശാഖായോഗം തീരുമാനിക്കുന്നതനുസരിച്ച് യൂണിയനുമായിട്ട് ആലോചിച്ച് SNDP യുമായി ആലോചിച്ചുകൊണ്ട് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ എക്സ്പെൻസുകൾ, കാരണം ഡേ ടു ഡേ വരുന്ന കുട്ടികളുടെ ചിലവും അവരുടെ ബാക്കിയുള്ള എഡ്യൂക്കേഷനൊക്കെ ഫ്രീ ആയിട്ട് നടത്താനുള്ള സംവിധാനങ്ങളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അടുത്ത ദിവസം മുതൽ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. വിശേഷം ചികിത്സയ്ക്കുള്ള ധനസഹായം ചെയ്യുന്നത് പ്രധാനമായിട്ട് ആദ്യം നോക്കുന്നത് കുട്ടികളുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ഇപ്പോൾ പോകുന്നുണ്ടെന്നാണ് ഈ യൂണിയൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനുള്ള കാര്യവും അവരുടെ മുമ്പോട്ടുള്ള പഠിത്തം, അത് അവർക്ക് ഡെയിലി വരുന്ന ചിലവുകളെല്ലാം, കാര്യം വീട്ടിലിപ്പോൾ ആരും ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ ചിലവുകളും നോക്കാനായിട്ട് SNDP യൂണിയനും ശാഖായോഗവുമായിട്ട് ആലോചിച്ചൊരു നടപടിയെടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ശാഖ എന്ത് പറയുന്നു അതിനനുസരിച്ച് തീരുമാനമുണ്ടാകും.